നമ്പറിലെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് ഫിഷറുടെ വെയ്റ്റഡ് ഇൻഡെക്സ് നമ്പർ. ആരാണ് ഫിഷർ എന്ന് നമുക്കറിയാം. എർവിൻ ഫിഷർ ഒരു അമേരിക്കൻ ആണ്. അദ്ദേഹം ജനിച്ചത് 1867 1947 അദ്ദേഹം മരിച്ചത്. ഇനി in view of the upward bias and downward bias of the Laspeyres and Pashets index, അതായത് ലാസ്പിയറുടെ ഇൻഡെക്സ് നമ്പറിനും ഒരു ചെറിയ പ്രശ്നമുണ്ട്, പാഷയുടെ ഇൻഡെക്സ് നമ്പറിനും ഒരു ചെറിയ പ്രശ്നമുണ്ട്. എന്താണ്? ലാസ്പിയറിന്റെ ഇൻഡെക്സ് നമ്പറിന് ഒരു അപ്വേർഡ് ബയാസ് ഉണ്ട്, മുകളിലേക്ക് ഒരു പക്ഷപാതപരമായ ഒരു ഉത്തരമാണ് കിട്ടുക. പാഷയുടെ ഇൻഡെക്സ് നമ്പറും അത്ര കൃത്യമല്ല, അത് താഴേക്ക് ഡൗൺവേർഡ് ബയാസ് ആണുള്ളത്, ഒരു പക്ഷപാതപരമായ ഉത്തരമാണ് കിട്ടുക. അപ്പൊ ഇത് രണ്ടും കൺസിഡർ ചെയ്യുമ്പോൾ ഇർവിങ് ഫിഷർ എന്ന് പറയുന്ന നമ്മുടെ ഈ അമേരിക്കൻ സ്റ്റാറ്റിസ്റ്റിഷ്യൻ ഒരു പുതിയ ആശയം സജസ്റ്റ് ചെയ്തു. ഇർവിങ് ഫിഷർ സജസ്റ്റഡ് ആൻ ഐഡിയൽ ഇൻഡെക്സ് നമ്പർ. അതൊരു മാതൃകാ ഇൻഡെക്സ് നമ്പർ ആയിരുന്നു. അക്കോർഡിംഗ് ടു ഹിം, അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ദ ഐഡിയൽ ഇൻഡെക്സ് നമ്പർ ഈസ് ദ ജിയോമെട്രിക് മീൻ ഓഫ് ദ ലാസ്പിയേഴ്സ് ആൻഡ് പാഷേസ് ഇൻഡെക്സ്. ലാസ്പിയറുടെ ഇൻഡെക്സ് നമ്പറിന്റെയും പാഷയുടെ ഇൻഡെക്സ് നമ്പറിന്റെയും ഒരു ജിയോമെട്രിക് മീൻ ആണ് ഒരു നല്ല മാതൃകാ ഇൻഡെക്സ് നമ്പറിന് വേണ്ടത് എന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടത്. The quantity purchased during both current year and base year are taken as weights. അപ്പോൾ പിന്നെ വെയിറ്റ് ആയിട്ട് എടുക്കേണ്ടത് എന്താണ്? കറണ്ട് ഇയറിലെ വാങ്ങിച്ച സാധനങ്ങളുടെ ക്വാണ്ടിറ്റിയും ബേസ് ഇയറിൽ വാങ്ങിച്ച സാധനങ്ങളുടെ ക്വാണ്ടിറ്റിയെ നമ്മൾ Q0 എന്നാണ് പറയുക ബേസ് ഇയറിലേതിനെ, അല്ലെ? കറണ്ട് ഇയറിലേതിനെ Q തന്നെ പറയാം. അപ്പൊ ആ കറണ്ട് ഇയറിലെയും ബേസ് ഇയറിലെയും ക്വാണ്ടിറ്റീസ് ആണ് നമ്മൾ വെയിറ്റ് ആയിട്ട് എടുക്കേണ്ടത് എന്നർത്ഥം. സോ നമുക്ക് അതിന്റെ ഫോർമുല എങ്ങനെയാണെന്ന് നോക്കാവേ. ഇതാണ് ഫിഷറുടെ ഇൻഡെക്സ് നമ്പറിന്റെ P01 എന്ന ഭാഗം. അപ്പോൾ അതെങ്ങനെ ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ റൂട്ട് ഓഫ് P01 ഓഫ് ലാസ്പിയർ ഇൻറ്റു P01 ഓഫ് പാഷെ. ഇതാണ് ബേസിക് ആയിട്ടുള്ള ആശയം. അതാണ് ഇങ്ങനെ ഫിഷറിന്റെ ഇൻഡെക്സ് നമ്പർ ഫോർമുലയുടെ ഏറ്റവും സിംപ്ലിഫൈഡ് ഫോം ആണ് ഈ കാണിക്കുന്നത്. അതിന്റെ വിശദീകരിച്ച ഫോം ഇപ്പുറത്ത് കാണിച്ചിട്ടുണ്ട്. ലാസ്പിയറുടെ ഇൻഡെക്സ് നമ്പറിന്റെ ഭാഗവും പാഷയുടെ ഇൻഡെക്സ് നമ്പറിന്റെ ഭാഗവും ചേർത്ത് ഗുണിച്ചതിന് ശേഷം അതിനെ റൂട്ട് കാണുന്ന രീതിയാണ് ഫിഷറുടെ ഇൻഡെക്സ് നമ്പറിന്റെ P01 എന്ന ഭാഗം. നമുക്ക് ഒന്നുകൂടെ വിശദീകരിക്കാം. അതായത് ഫോർമുല എങ്ങനെയാണ്, ഫിഷറുടെ ഇൻഡെക്സ് നമ്പറിന്റെ ഫോർമുല എങ്ങനെയാണ് വരിക? സിഗ്മ പിക്കോ ബൈ സിഗ്മ പോക്കോ ഇൻറ്റു സിഗ്മ പിക്കി ബൈ സിഗ്മ പോക്കി ഇൻറ്റു 100 ഇൻറ്റു 100 എന്തായാലും ഇൻഡെക്സ് നമ്പറിൽ എല്ലാത്തിലും ഉണ്ട് ഫോർമുലയിൽ. അതായത് പറയാനുള്ള എളുപ്പത്തിനാണ് പിക്കോ പോക്കോ എന്നും പിക്കി പോക്കി എന്നും പറയുന്നത്. വാസ്തവത്തിൽ അത് പറയേണ്ടത് അങ്ങനെയൊന്നുമല്ല. P1 Q0 P0 Q0 P1 Q1 P0 Q1. പക്ഷെ ഫോർമുല പറയാനും വേഗം സമയം ലാഭിക്കാനും അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. റൂട്ട് ഓഫ് സിഗ്മ പിക്കോ ബൈ സിഗ്മ പോക്കോ ഇൻറ്റു സിഗ്മ പിക്കി ബൈ സിഗ്മ പോക്കി ഇൻറ്റു 100. ഓക്കെ, ഒന്നുകൂടി പിക്കോ പോക്കോ പിക്കി പോക്കി, ഈ രീതി ഓർഡറിലാണ് എഴുതേണ്ടത്. ഇനി നമുക്ക് തിരിച്ചു വരാം. ഫിഷർ ക്ലെയിംസ് ദാറ്റ് ഹിസ് ഇൻഡെക്സ് നമ്പർ സാറ്റിസ്ഫൈസ് ഓൾ ദ ടെസ്റ്റ് such as യൂണിറ്റ് ടെസ്റ്റ്, ടൈം റിവേഴ്സൽ ടെസ്റ്റ്, ഫാക്ടർ റിവേഴ്സൽ ടെസ്റ്റ്. ഇങ്ങനെ അതായത് ഫിഷർ പറയുന്നു എൻ്റെ ഇൻഡെക്സ് നമ്പർ എല്ലാത്തരം ടെസ്റ്റുകളെയും പരിശോധനകളെയും അതിജീവിക്കുന്നു, അല്ലെങ്കിൽ അത് തൃപ്തിപ്പെടുത്തുന്നുവെന്ന്. അതായത് യൂണിറ്റ് ടെസ്റ്റിനും ടൈം റിവേഴ്സൽ ടെസ്റ്റിനും ഫാക്ടർ റിവേഴ്സൽ ടെസ്റ്റിനും ഒക്കെ, അത് സർക്കുലർ ടെസ്റ്റിലും എല്ലാം അത് പാസ്സാകുന്നുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണ്? ആ ഇൻഡെക്സ് നമ്പർ ഏറ്റവും നല്ല മാതൃകാ ഇൻഡെക്സ് നമ്പർ ആണ്, ബെസ്റ്റ് ഇൻഡെക്സ് നമ്പർ ആണ് എന്ന് ഫിഷർ പറയുന്നു, അവകാശപ്പെടുന്നു. ഹെൻസ് ഇറ്റ് ഈസ് കോൾഡ് ദ ഐഡിയൽ ഇൻഡെക്സ് നമ്പർ. പരീക്ഷയ്ക്ക് പലപ്പോഴും ചോദിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് ഫിഷറുടെ ഇൻഡെക്സ് നമ്പർ ഒരു മാതൃകാ ഇൻഡെക്സ് നമ്പർ, ഐഡിയൽ ഇൻഡെക്സ് നമ്പർ എന്ന് വിളിക്കപ്പെടുന്നത്? അപ്പൊ നമ്മൾ പറയേണ്ട ഉത്തരം എന്താണ്? ഫിഷറുടെ ഇൻഡെക്സ് നമ്പർ എല്ലാ ടെസ്റ്റുകളെയും, അതായത് യൂണിറ്റ് ടെസ്റ്റ്, ടൈം റിവേഴ്സൽ ടെസ്റ്റ്, ഫാക്ടർ റിവേഴ്സൽ ടെസ്റ്റ്, സർക്കുലർ ടെസ്റ്റ് എന്നിങ്ങനെ എല്ലാ ടെസ്റ്റുകളെയും സാറ്റിസ്ഫൈ ചെയ്യുന്നത് കൊണ്ടാണ് അത് മാതൃകാ ഇൻഡെക്സ് നമ്പറായി മാറുന്നത് എന്നർത്ഥം. ലാസ്പിയറിലെയും ഇൻഡെക്സ് നമ്പറിന്റെയും പാഷയുടെ ഇൻഡെക്സ് നമ്പറിനെ പോരായ്മകൾ അത് കവർ ചെയ്യുന്നു എന്നർത്ഥം. നമുക്കൊരു കണക്കിലേക്ക് കടക്കാം. ലെറ്റ് us look into an example. From the following data, calculate Laspeyres, Pashets and Fishers index number. താഴെ പറയുന്ന ഡാറ്റയിൽ നിന്ന് ലാസ്പിയറുടെയും പാഷയുടെയും ഫിഷറിന്റെയും ഇൻഡെക്സ് നമ്പർ കാണുക. ഇതാണ് നമ്മുടെ ചോദ്യം. 2010 2014 ഇവിടെ തന്നിരിക്കുന്ന വർഷങ്ങൾ. 2010 2014 നമുക്ക് തന്നിരിക്കുന്ന വർഷങ്ങൾ. രണ്ട് വർഷങ്ങളിലെയും ചില കമോഡിറ്റീസിന്റെ ABCD എന്നാണ് ഇവിടെ പേരിട്ടിരിക്കുന്നത്. അവിടെ ABCD തന്നെ വേണമെന്നില്ല. അരി, പഞ്ചസാര, വെളിച്ചെണ്ണ, ഗോതമ്പ് എന്നിങ്ങനെ നിത്യോപയോഗ സാധനങ്ങളായിരിക്കും വിലകൾ കണക്കാക്കാനും ക്വാണ്ടിറ്റികൾ കണക്കാക്കാനും ഇവിടെ തരേണ്ടത് ശരിക്കും. പക്ഷെ നമുക്ക് കോളത്തിൽ എഴുതാനുള്ള എളുപ്പത്തിന് വേണ്ടി നമ്മൾ ABCD എന്ന് എഴുതുന്നു. ഇനി
ആദ്യത്തെ എ എന്ന കമ്മോഡിറ്റിയുടെ 2010 പ്രൈസ് ആണ്, അതായത് 2010 ഇവിടെ തന്നിരിക്കുന്നതിലെ പഴയ വർഷം, അതായത് ബേസ് ഇയർ. അതിനെ നമ്മൾ എന്താണ് ബേസ് ഇയറിലെ പ്രൈസിനെ P0 എന്നും ബേസ് ഇയറിലെ ക്വാണ്ടിറ്റിനെ Q0 എന്നുമാണ് പറയുന്നത്. അതുപോലെ തന്നെ കറണ്ട് ഇയറിന്റെ ഇപ്പോൾ പുതിയ വർഷം എന്ന് പറയുന്നത് 2014 കറണ്ട് ഇയർ അല്ലെങ്കിൽ ലേറ്റസ്റ്റ് ഇയർ എന്ന് പറയും. അതിലെ പ്രൈസിനെ പ്രൈസ് 1 P1 എന്നും ക്വാണ്ടിറ്റിനെ P0 എന്നുമാണ് പറയേണ്ടത്. അങ്ങനെയാണ് ബേസ് ഇയർ പ്രൈസിനെ P0, ബേസ് ഇയർ ക്വാണ്ടിറ്റിനെ Q0, കറണ്ട് ഇയർ പ്രൈസിനെ P1, കറണ്ട് ഇയർ ക്വാണ്ടിറ്റിനെ Q1. ഈ രീതിയിലാണ് എഴുതേണ്ടത്. നമ്മൾ ഇനി ആൻസർ കോൾ ഉണ്ടാക്കുമ്പോൾ ആ രീതിയിൽ ഹെഡിങ് കൊടുത്ത് എഴുതണം എന്ന് പറയാനുണ്ട്. ഇതേപോലെ P0ക്ക് ഒരു കോളം, Q0ക്ക് ഒരു കോളം. P0 എന്ന് പറഞ്ഞാൽ ബേസ് ഇയറിലെ പ്രൈസ്, Q0 എന്ന് പറഞ്ഞാൽ ബേസ് ഇയറിലെ ക്വാണ്ടിറ്റി, P1 എന്ന് പറഞ്ഞാൽ കറണ്ട് ഇയറിലെ പ്രൈസ്. P പ്രൈസ് എന്നുള്ളതിൻ്റെ ആദ്യത്തെ അക്ഷരമാണല്ലോ, Q ക്വാണ്ടിറ്റി. അപ്പോൾ Q1 എന്ന് പറഞ്ഞാൽ കറണ്ട് ഇയറിലെ ക്വാണ്ടിറ്റി. ഇനി ഇങ്ങനെയൊക്കെ കോളം ഉണ്ടാക്കിയിട്ട് ഇനി ആൻസർ ഉണ്ടാക്കാൻ നേരത്ത് ഇനി എന്താണ്, ഫോർമുലയിൽ പോക്കോയുടെ കോളം വേണം എന്ന് പറഞ്ഞിട്ടുണ്ട്, പിക്കോയുടെ കോളം വേണം, പോക്കിയുടെ കോളം വേണം, പിക്കിയുടെ കോളം വേണം. ഇതെല്ലാം വരച്ചു വയ്ക്കുക. എന്നിട്ട് താഴേക്ക് ഇങ്ങനെയാണ് കോളം വരയ്ക്കേണ്ടത്. ആൻസർ ഭാഗത്തിന് കോളം. ക്വസ്റ്റ്യൻ ഇത്രേ ഉള്ളൂ. ക്വസ്റ്റ്യൻ്റെ താഴെ ആൻസറിന് ഇങ്ങനെയാണ്. അപ്പോൾ ക്വസ്റ്റ്യനിൽ നമുക്ക് എല്ലാത്തിൻ്റെയും ക്വാണ്ടിറ്റിയും പ്രൈസും 2 വർഷങ്ങളിലെയും നൽകിയിട്ടുണ്ട് എന്നർത്ഥം. അതായത് ബേസ് ഇയറിലെ പ്രൈസും ക്വാണ്ടിറ്റിയും ഉണ്ട്, കറണ്ട് ഇയറിലെ ക്വാണ്ടിറ്റിയും പ്രൈസും ഉണ്ട്. ക്വസ്റ്റ്യൻ നന്നായി മനസ്സിലാക്കിയാൽ ഇനി ആൻസർ എഴുതേണ്ട ഭാഗമാണ് നമ്മൾ നോട്ട് ചെയ്യുന്നത്. എങ്ങനെയാണ് നമുക്ക് ആൻസർ എഴുതാൻ കഴിയുക? എല്ലാ P0യിലെ സംഖ്യകളും ക്വസ്റ്റ്യനിലുണ്ട്, പകർത്തി എഴുതാവുന്നതാണ്. അതുപോലെ തന്നെ Q0 അത് ബേസ് ഇയറിലെ പ്രൈസും ബേസ് ഇയറിലെ ക്വാണ്ടിറ്റി എഴുതി. ഇനി കറണ്ട് ഇയറിലെ പ്രൈസും കറണ്ട് ഇയറിലെ ക്വാണ്ടിറ്റി എഴുതി. ഇത് ഇത്രയും ഭാഗം ക്വസ്റ്റ്യൻ പേപ്പർ നമ്മുടെ ക്വസ്റ്റ്യനിൽ അങ്ങനെ തന്നെ ഉണ്ടാകും. ഇനി നമുക്ക് ആൻസർ പാർട്ട് നോക്കാം. ആൻസർ പാർട്ടിൽ ഈ കോളങ്ങളൊക്കെ നമ്മൾ ഫില്ല് ചെയ്യേണ്ടതാണ്. ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള 4 കോളങ്ങൾ. അതെങ്ങനെ ഫില്ല് ചെയ്യാന്ന് നോക്കാം. P0 Q0 അതിനെ പോക്കോ കോളം എന്ന് പറയാം. അപ്പോൾ P0 Q0 ആദ്യത്തെ 2 കോളങ്ങളാണ്, അവ തമ്മിൽ ഗുണിച്ച് P0 × Q0 ആണ് P0 Q0 കോളം അല്ലേ. സോ 5 × 10 50 എന്ന് കിട്ടി. 7 × 12 84 എന്ന് കിട്ടി. 10 × 7 70 എന്ന് കിട്ടി. 4 × 5 20 എന്ന് കിട്ടി. 8 × 7 56 എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ പോക്കോ കോളം ക്ലിയർ ആയി. അടുത്ത പിക്കി കോളം. അതെങ്ങനെ എഴുതുക? പിക്കോ കോളമാണ്. എങ്ങനെയാണ് പിക്കോ കോളം എഴുതുക? P1 Q0 കൂടി ഗുണിക്കണം. എവിടെ P1? ഇതാ. എവിടെ Q0? ഇതാ. അപ്പോൾ ഈ P1 അതിൻ്റെ പുറകിലുള്ള Q0 കൂടി ഗുണിക്കണം. അതായത് ഈ 6 6ൻ്റെ പുറകിലുള്ള 10 കൂടി ഗുണിക്കണം. 6 × 10 60 ഉണ്ടോ? ശരിയാണ്. ഓക്കെ, P1 60 ശരിയാണ്. ഇനി അടുത്ത് എന്താണ്? 10ഉം 12 കൂടി ഗുണിക്കണം. 10 × 12 120 ഉണ്ടോ? ശരിയാണ്. 12 × 7 ഓക്കെ 17 84 ആണ് ഉണ്ടോ? ഇനി അടുത്തതാണ് 5 × 5 5 25 ആണ്. അപ്പോൾ അതവിടെ എഴുതിയിട്ടുണ്ട്. ഇനി 8 × 7 7 56 ആണ്. ഓക്കെ, കറക്റ്റ്. ഇനി പോക്കി കോളമാണ്. അപ്പോൾ പോക്കി കോളം എവിടെ? ഏറ്റവും ഫ്രണ്ടിലത്തെ കോളം. Q എവിടെ? ഏറ്റവും ലാസ്റ്റത്തെ കോളം. അപ്പോൾ ഏറ്റവും ഫ്രണ്ടിലത്തെ കോളം ലാസ്റ്റത്തെ കോളം കൂടെ ഗുണിക്കേണ്ടത്. അതായത് 5ഉം 12ഉം 7ഉം 8ഉം അങ്ങനെയാണ്. 12 × 5 60 ആണ്. ഓക്കെ, 60 കറക്റ്റ്. ഇനി അടുത്ത് 7ഉം 8ഉം 8 7 56 ആണ്. 56 ഇവിടെയുണ്ട്. അടുത്ത് 10 × 8 18 80 ആണ്. എവിടെയുണ്ട്? 4 × 5 4 × 6 6 4 24 ആണ്. ഇനി 8 × 8 8 64 ആണ്. പോക്കി കോളം കിട്ടി. അതുപോലെ തന്നെ പിക്കി, അതായത് കറണ്ട് ഇയർ പ്രൈസും കറണ്ട് ഇയർ ക്വാണ്ടിറ്റിയുമാണ്. തൊട്ടടുത്ത കോളങ്ങളായതുകൊണ്ട് ഗുണിക്കാൻ എളുപ്പമില്ല, കോളം തെറ്റിപ്പോകരുത്. 16 72 18 80 ഏറ്റവും ലാസ്റ്റത്തെ ആൻസർ കോളത്തിൽ കൊണ്ട് എഴുതുക. 18 96 56 30 8 64 അതെല്ലാം എഴുതി കഴിഞ്ഞു. ഇനി സിഗ്മ പോക്കോയും സിഗ്മ പിക്കോയും സിഗ്മ പോക്കിയും സിഗ്മ പിക്കിയും കാണണം. കാരണം അത് നമ്മുടെ ഫോർമുലയിൽ ആവശ്യമുള്ളതാണ്. ഇത് കണ്ടുപിടിച്ചാലേ നമുക്ക് ഫോർമുലയിൽ നേരെ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനെന്ത് ചെയ്യണം? സിഗ്മ എന്ന് പറഞ്ഞാൽ എല്ലാം കൂടി കൂട്ടുക എന്നല്ല അർത്ഥം. അപ്പോൾ പോക്കോ കോളം എല്ലാം കൂടി കൂട്ടുക. അപ്പോൾ നമുക്ക് കാൽക്കുലേറ്ററിൽ കൂട്ടുമ്പോൾ നമുക്ക് 250 എന്ന് കിട്ടും. പിക്കോ എല്ലാം കൂടി കൂട്ടിയെടുക്കുക 345 എന്ന് കിട്ടും. പോക്കി എല്ലാം കൂടി കൂട്ടുമ്പോൾ 284 എന്ന് കിട്ടും. പിക്കി എല്ലാം കൂടി കൂട്ടുമ്പോൾ 342 എന്ന് കിട്ടും. ഇനി നമുക്ക് ആശങ്കപ്പെടാനില്ല. ഇനി നമ്മുടെ ഫോർമുല ഇതാണ്, നമുക്കറിയാം. സിഗ്മ പിക്കോ ബൈ സിഗ്മ പോക്കോ ഇൻറ്റു സിഗ്മ പിക്കി ബൈ സിഗ്മ പോക്കി ഇൻറ്റു നമുക്ക് ലാസ്പിയറിൻ്റെ ഭാഗം, അതാണ് അത് ലാസ്പിയറിൻ്റെ ഫോർമുലയുടെ ഭാഗവും ഫിഷറിൻ്റെ ഫോർമുലയുടെ ഭാഗവും കൂടി ഗുണിച്ചതാണ്. ലാസ്പിയറിൻ്റെ പാഷയുടെയും ഫോർമുലയുടെ ഭാഗം ഗുണിച്ചതാണ് ഫിഷറിൻ്റെ എന്ന് പറഞ്ഞല്ലോ. ലാസ്പിയറിൻ്റെ ഫോർമുല എങ്ങനെയാണ്? സിഗ്മ പിക്കോ ബൈ സിഗ്മ പോക്കോ ഇൻറ്റു 100. ഓക്കെ, അങ്ങനെ ചെയ്യുമ്പോൾ 123.214 ചെയ്യുക. അപ്പോൾ സിഗ്മ പിക്കോയുടെ വാല്യൂ അപ്ലൈ ചെയ്യണം. നമ്മുടെ ക്വസ്റ്റ്യനിൽ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ക്വസ്റ്റ്യനിൽ എവിടെയാണ്? സിഗ്മ പിക്കോയുടെ വാല്യൂ 345. ഓക്കെ, അപ്പോൾ 345 എവിടെയാണ്? ഇനി സിഗ്മ പോക്കോയുടെ വാല്യൂ എത്ര? 280. സിഗ്മ 280 നമ്മൾ അപ്ലൈ ചെയ്യുന്നു. അടുത്തതാണ് ഇൻറ്റു 100.
അപ്ലൈ ചെയ്യുമ്പോൾ ഈ ലാസ്റ്റ് ഇയറിന്റെ ഫോർമുലയുടെ ഭാഗം കിട്ടും 121 പോയിന്റ്. അടുത്തത് പാഷയുടെ എങ്ങനെയാണ്? സിഗ്മ പിക്കി ബൈ സിഗ്മ പോക്കി ആണ് ഇൻറ്റു 100. സിഗ്മ പിക്കി എവിടെ നമുക്കുണ്ടോ? ഇവിടെ ഉണ്ടല്ലോ. സിഗ്മ പിക്കി 342. സിഗ്മ പോക്കി എവിടെയാണ്? സിഗ്മ പോക്കി 284. അത് നമ്മളത് എഴുതി ഇൻറ്റു 100 120.42. അപ്പൊ രണ്ട് ഭാഗങ്ങളും കണ്ടു. ഇനി അത് രണ്ടും ഒരു റൂട്ടിന്റെ ഉള്ളിലാക്കണം. അതാണല്ലോ ഫിഷറുടെ ഇൻഡെക്സ് നമ്പർ എന്ന് പറയുന്നത്. ലാസ്പിയറുടെ ഇൻഡെക്സ് നമ്പറിന്റെയും പാഷയുടെ ഇൻഡെക്സ് നമ്പറിന്റെയും ആൻസറുകൾ റൂട്ടിന്റെ ഉള്ളിലാക്കി. അതായത് ഈ 123.24നെയും അതുപോലെ തന്നെ 120.42 അത് രണ്ടിനെയും നമ്മൾ റൂട്ടിന്റെ ഉള്ളിലാക്കി. കാൽക്കുലേറ്ററിൽ ഇത് മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം റൂട്ടിന്റെ ഉള്ളിൽ എഴുതിയപ്പോൾ ഇതാ ഇത്രയും 14,838 കിട്ടി. അതിന്റെ റൂട്ട് കാൽക്കുലേറ്ററിൽ തന്നെ കണ്ടുപിടിച്ച് 171.81 കിട്ടി. ഇത്രയുമാണ് നമ്മുടെ ഈ കണക്ക് ചെയ്യാനുള്ള ഫിഷറുടെ ഇൻഡെക്സ് നമ്പർ കണ്ടുപിടിക്കാനുള്ള മാർഗം.